പ്രിയപ്പെട്ട ഭക്തരെ, അരുൾമിகு മാരിയമ്മൻ കോവിലിലെ 2025 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ നടക്കുന്ന കുംഭാഭിഷേകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ക്ഷേത്രത്തിൻ്റെ മീഡിയ പബ്ലിസിറ്റി കമ്മിറ്റി തയ്യാറാക്കിയ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയവയുടെ പ്രചരണാർത്ഥം നാം നടത്തുന്ന അടുത്ത വീഡിയോയിലേക്ക് ഇതാ എത്തിയിരിക്കുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുൻ താമസക്കാരായ ഗൗരിയമ്മ, രാഘവൻ നായർ ദമ്പതികളുടെ മക്കളുമായിട്ടാണ് നാം സംസാരിക്കുന്നത്. ആട്ടെ, ഈ ക്ഷേത്രവുമായിട്ട് വളരെ ആധികാരികവും വളരെ ചെറുപ്പം മുതൽ ബന്ധമുള്ള നിങ്ങളുടെ പേരൊന്ന് പറയൂ. നിങ്ങളുടെ പേര്? എന്റെ പേര് വത്സല. വത്സല. ആട്ടെ, നിങ്ങളുടെ അച്ഛന്റെ പേര്? രാഘവൻ നായർ. അമ്മയുടെ പേര്? ഗൗരിയമ്മ. നിങ്ങൾ സഹോദരി സഹോദരന്മാർ എത്ര പേരായിരുന്നു? 3 പെണ്ണുങ്ങളും ഒരാണുമുണ്ട്. 3 പേരുടെ പേരെന്തൊക്കെയാണ്? ഒന്ന് സ്വർണ്ണകുമാരി, വത്സല, ഇന്ദിര. ഏട്ടന്റെ പേര് ബാലൻ. ബാലൻ. ഏട്ടന് ഏറ്റവും മൂത്തത് സഹോദരനായിരുന്നു? അല്ല, ചേച്ചി. അച്ഛനും അമ്മയും ഇപ്പൊ എന്താ ചെയ്യുന്നത്? അച്ഛനും അമ്മയും മരിച്ചുപോയി. അച്ഛൻ എപ്പോഴാ മരിച്ചത്? അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 10-25 വർഷമായി. അമ്മ മരണപ്പെട്ട് മേരിയായി. അമ്മ മരണപ്പെട്ടിട്ട് 4 കൊല്ലായി. നിങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞങ്ങൾ ജനിച്ചതൊക്കെ ഇതേ വീട്ടിൽ. ഇപ്പൊ ഏതാണ്ട് എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 62 വയസ്സായി. ചേച്ചിക്ക് എത്ര വയസ്സായി? ചേച്ചിക്ക് 73. അപ്പോൾ ഏതാണ്ട് 73 വയസ്സുള്ള വത്സലയും 62 വയസ്സുള്ള ഇന്ദിരയുമാണ് ഈ ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയിൽ നമ്മോടൊപ്പം പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. ആട്ടെ, ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഞങ്ങളുള്ള പോലെ അങ്ങനെ ജീവിക്കുന്നവരല്ല. നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന്റെ ഈ കുംഭാഭിഷേകമായിട്ട് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ അമ്മയാണ് ക്ഷേത്രം. ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയും കഴിഞ്ഞു പോണത്. അപ്പൊ അത് വളരെ സന്തോഷം. അപ്പൊ അമ്പലം എത്ര പുരോഗമിക്കുന്നോ അത്രയും ഞങ്ങൾക്ക് സന്തോഷം. അവർ ഈ ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകത്തിന്റെ ആഘോഷവേളയിലാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം തന്നെ ആ ആഘോഷത്തിന്റെ നിറവിലാണ്. ആ ആഘോഷത്തിന്റെ നിറവിലിരിക്കുന്ന ഇവരുടെ വാക്കുകളും ഇവരുടെ അനുഗ്രഹാശിസുകളും ദേവിയുടെ കുംഭാഭിഷേകത്തെ ഒരിക്കൽ കൂടി മാറ്റുകൂട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും വേണം ഞങ്ങൾക്ക്. എന്താ, ഇവിടെ അമ്മന്റെ വീട്ടിലെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാ ഓരോ ഭാഗത്ത് കല്യാണം കഴിച്ചു പോയവരാണ്. എന്ത് വന്നാലും ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് എല്ലാം ചെയ്യല്. എല്ലാ കൊല്ലവും എവിടെ ഇവിടെ മാര്യപൂജ നടക്കുമ്പോഴും എവിടെ മക്കളെല്ലാരും വന്ന് ഞങ്ങൾ ഇവിടുത്തെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പൊ അമ്മ പുരോഗമിക്കണം, ക്ഷേത്രം പുരോഗമിക്കണം. അത്രയും സന്തോഷം. ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചിരിക്കുന്ന ഇവരുടെ വാക്കുകളിൽ നിറയുന്നു. ക്ഷേത്രത്തിന്റെ 2025 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ നടക്കുന്ന കുംഭാഭിഷേകത്തിന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മറ്റെല്ലാ വിധത്തിലും സഹായിക്കണം, ഭംഗിയായി നടക്കണമെന്ന എല്ലാവരുടെ സഹായങ്ങളും അമ്മയ്ക്ക് വേണം. എല്ലാ ആൾക്കാരുടെ സഹായങ്ങളും അമ്മയ്ക്ക്. ഞങ്ങൾക്ക് അധികം കൊടുക്കാനൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ ഉള്ള പോലെയൊക്കെ ഞങ്ങളും സഹായിച്ച് അമ്മയ്ക്ക് പുരോഗമിക്കണം. അത്ര ഞങ്ങൾക്ക് ആഗ്രഹം. അമ്മ നന്നാവണം. നന്ദി, നമസ്കാരം.